ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നൂൽപുട്ട് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണെങ്കിലും ചിലർക്കൊക്കെ അത് ഹാർഡായിട്ട് തോന്നും. ഞാനും അങ്ങനെ ഒരാളാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയെങ്കിലും പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറായിട്ട് തോന്നലുണ്ട്. അത് പിയുമ്പോഴൊക്കെ കൈ വേദനിക്കണമായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ അത് ഉണ്ടാക്കാൻ മടിയാണ്. പക്ഷേ ഇവിടെ എൻ്റെ ഉമ്മക്ക് ഇതുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അമ്മക്ക് പീച്ചാനും വലിയ ഇടങ്ങേറില്ല എന്നാണ് പറഞ്ഞത്. അമ്മക്കത് ഉണ്ടാക്കാനും സുഖമാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ നൂൽപുട്ടാണെങ്കിൽ ഭയങ്കര സോഫ്റ്റുമാണ്, തിന്നാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഉമ്മൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഉമ്മൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉമ്മ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചതാണ് കേട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള പൊടി എടുക്കുകയാണ്. ഉമ്മ ഇവിടെ 2 ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പൊടി ഇങ്ങനെ എടുക്കുമ്പം നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും എന്നാട്ടോ അമ്മ പറയണത്. തരിയൊന്നും വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കുന്നത്. അരിപ്പയിൽ അരിച്ചാൽ ചെറിയ തരികളൊക്കെ ഉണ്ട് പോയിക്കോളും. അപ്പോൾ കുറച്ചും കൂടി വേഗം കൂടെ തിരഞ്ഞെടുക്കണമല്ലോ. പിന്നെ പൊടി അളന്ന ഗ്ലാസ്സൊക്കെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വെള്ളം നല്ലോണം തിളക്കണ്ടെന്നാണ് അമ്മ പറയണത്. തിളക്കാനാവുന്ന സമയത്ത് ഓഫാക്കി കണ്ടെടുക്കാമെന്നാണ് പറയണത്. വെള്ളം നല്ലോണം തിളച്ചാൽ അത് കട്ടിയായി പോകുമെന്നാണ് പറയണത്. 2 ഗ്ലാസ് പൊടിയാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഇതിനൊരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും വേണ്ടി വരുന്നതാണ് കേട്ടോ. കുറച്ച് ഏറെ കണ്ടിട്ടോ ഇങ്ങനെ ഒഴിക്കൂലേ, ഇതിൽ ഉപ്പിട്ടില്ലേ, ഇങ്ങനെ ഇളക്കുക, എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തൽക്കാലം ഉറപ്പാക്കിയിട്ട് ഇങ്ങനെ ഇതേമാതിരി എടുക്കുക. പൊടിയുള്ളതുകൊണ്ട് ഞാൻ ഗ്ലാസ് കൊണ്ട് നിൽക്കട്ടെ കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എല്ലായിടത്തും നനവായി എന്ന് തോന്നിയാൽ 2 ഗ്ലാസ് പൊടിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ വേണ്ടി വരും. 2 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമൊക്കെ വേണ്ടി വരും. പിന്നെ പത്തിരിക്കാണ് നമ്മൾ 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് തന്നെ എടുക്കുക. ഇതൊരു 3 ഗ്ലാസ്സൊക്കെ വേണ്ടി വരും. ഇനി വേണമെങ്കിൽ പിന്നെ ടൈറ്റാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലായിടത്തും ആക്കിക്കാണ്ട് ഇങ്ങനെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ അവിടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അമ്മ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണേ. പിന്നെ ഇഡ്ഡലി തട്ടിലൊക്കെ ഓയിൽ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് നമ്മളെ മാവ് ചൂടാറും ചെയ്തോളും. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാം. മരത്തിൻ്റെ അച്ചിലാണ് കേട്ടോ ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കൽ. ഇമ്മക്ക് ഇത് നല്ല സുഖമാണെന്നാണ് പറയുക. മറ്റേ തിരിക്കണേനെക്കാട്ടിയും കുറച്ചും കൂടി സുഖം ഇതിലാണെന്നാണ് കേട്ടോ അമ്മ പറയണത്. മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേത് കൈ വേദനിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഉണ്ടാക്കുന്ന മാവിൻ്റെ പ്രശ്നമാണ് കേട്ടോ അത്. പിന്നെ മാവ് ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ അതിങ്ങനെ കട്ടിയായിട്ട് വരും ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അട്ടിയും കൂടി വെക്കാറുണ്ട്. പൊടി ഇങ്ങനെ ടൈറ്റാവും. ടൈറ്റാകുമ്പോൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ലേസം ഇത്തിരി കൂടാൻ പറ്റില്ല. ലേസം വെള്ളം കുടഞ്ഞാലും മതി. അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈറ്റാവും. അരിപ്പൊടിയല്ലേ, വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈറ്റാവും. അപ്പോൾ ലേസം ഒന്ന് ചുടുവെള്ളം ഇത്തിരി ഒന്ന്
ഏകദേശം ഒരു 10 മിനിറ്റ് ആയാൽ നമുക്ക് തുറന്ന് നോക്കട്ടോ. തൊട്ട് നോക്കിയാൽ മതി, ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വേവ് പാകമായിട്ടുണ്ടാവും. പിന്നെ ഒരടുപ്പത്ത് ചായ തിളക്കുന്നുണ്ട്. പിന്നെ നൂൽപുട്ടുക്ക് കോമ്പിനേഷൻ തേങ്ങാപ്പാലാണല്ലോ, അപ്പം കുട്ടികൾക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പം അമ്മ തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇമ്മൻ്റെ നൂൽപുട്ടിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.